ചെറുക്കന്മാർക്കൊന്നും പെണ്ണ് കിട്ടുന്നില്ല. അതാണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്. ഈ ടോപ്പിക് നമ്മൾ എടുക്കാൻ കാരണം ഈ പ്യൂ റിസർച്ചിൻ്റെ ഒരു സർവേ ഉണ്ട്. അത് പ്രകാരം 48% പെൺകുട്ടികൾക്ക് കല്യാണം 48% പെൺകുട്ടികൾക്ക് കല്യാണം അത്ര ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമല്ല എന്നാണ് അവർ സർവേയിൽ പറയുന്നത്. അപ്പോൾ ഈ കാര്യത്തിൽ ഇറ്റ് മേക്ക് സെൻസ്. ഇത് അങ്ങനെ ആരും ചർച്ച ചെയ്യാത്തൊരു ടോപ്പിക്കാണ്. അപ്പോൾ ഞാൻ ഇന്ന് ഈ വിഷയമായിട്ട് വരാൻ കാരണം ഞാനിങ്ങനെ ഒരു സ്ഥലമൊന്നും ഞാൻ പറയുന്നില്ല, ക്ലാസ് എടുക്കുന്ന സമയത്ത് ഈ റീപ്രൊഡക്ഷനാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എൻട്രൻസിനൊക്കെ പഠിക്കുന്ന പിള്ളേരാണ്. അപ്പോൾ ഞാൻ ഈ ടോപ്പിക്കിൻ്റെ ഇടയിൽ ഞാൻ ഈ ബിഗ് ബോസിലെ ആദിലനി നൂറിനെ എടുത്തിട്ടു. ലെസ്ബിയൻ കപ്പിൾസ് എന്നുള്ള രീതിയിൽ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. നമ്മളതിനെതിരാണല്ലോ, അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ സംസാരിച്ചു. അങ്ങനെ ഞാൻ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് ഞാൻ പുറത്തു പോയി തിരിച്ചു വന്നപ്പോൾ ഒരു 10 പെൺകുട്ടികൾ എന്നെ അങ്ങ് വളഞ്ഞു. 10 പേര്. എന്നിട്ട് അവർ ചോദിച്ചു, സാറേ ആദിലും നൂറും ലെസ്ബിയൻ ആണെന്ന് നിങ്ങളോട് ആരാ പറഞ്ഞത്? ഞാൻ പറഞ്ഞു അങ്ങനെയാണല്ലോ ഒരു കോമൺ ടോക്ക് ഒരു അധ്യാപകൻ പറയാൻ പാടുണ്ടോ? അവർ ചിലപ്പോൾ ഒരുമിച്ച് ജീവിക്കുന്ന 2 ഫ്രണ്ട്സുകളായിരിക്കും. ഞങ്ങളെ കേസ് എടുക്കുക, അവർ പറയാ ഞങ്ങൾ 10 പേര്, ഞങ്ങൾക്ക് കല്യാണം കഴിക്കാൻ ഒരു ആഗ്രഹവും ഇല്ല, ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കുകയായിരിക്കും ഉണ്ടാവും. ഞങ്ങൾ 10 പെൺകുട്ടികൾ, ഞങ്ങൾ 10 പെൺകുട്ടികൾ ഒരുമിച്ചായിരിക്കും ജീവിക്കുക, ഞങ്ങൾ കല്യാണം കഴിക്കുന്നില്ല. അല്ല, ഈ 10 പേര് ഒരുമിച്ചായിട്ട് അവർ പറയാം ചിലപ്പോ ജോലിയുടെ ഭാഗമായിട്ട് ഞങ്ങൾ 2-3 പേര് വേറെ സ്ഥലത്തായിരിക്കും, എന്തായാലും ഞങ്ങൾ ഒരു 2-3 പേര് ഒരുമിച്ച് ജീവിക്കും, ഒരു ഫ്ലാറ്റ് എടുത്ത് ഇൻഡിപെൻഡന്റ് ആയിട്ട് ജീവിക്കും, ഞങ്ങൾ കല്യാണത്തിനെ കുറിച്ച് ചിന്തിക്കുന്നേ ഇല്ല. അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്ന് പോഡ്കാസ്റ്റിൽ നിങ്ങളൊക്കെ ഇരുത്തി ഇത് തന്നെ അങ്ങ് സംസാരിക്കാം. പുറത്തുനിന്ന് ആള് വേണ്ടല്ലോ, ഇതൊക്കെ സംസാരിക്കാൻ നമ്മൾ തന്നെ ധാരാളം. നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമായതുകൊണ്ട് തന്നെ നമുക്കിത് തള്ളിക്കോ. എന്തായിരിക്കും ഈ പയ്യന്മാർക്ക് പെണ്ണ് കിട്ടാത്തതിന്റെ കാരണം? ഒരു കാരണം ഇതാണല്ലോ. എന്തായിരിക്കും? അല്ല, ഇതിലെ ഒരു മെയിൻ ഇപ്പൊ എൻ്റെ ഒരു അറിവിൽ പറയുകയാണെങ്കിൽ ഒന്ന് എഡ്യൂക്കേഷൻ്റെ ഒരു കാര്യമുണ്ട്. ഇപ്പോൾ പണ്ടത്തെ കാലത്തൊക്കെ നമ്മൾ ഒരു എന്താ പറയുക, അയൽപ്പക്കത്തെ വീട്ടിൽ എന്താണോ അതുപോലെയാണ് ഇപ്പുറത്ത് നടത്തുക എന്ന് പറഞ്ഞ പോലെ ഒരു ഏജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ കല്യാണം കഴിക്കുക, വീട്, കുടുംബം, കുട്ടികൾ, പിന്നെ അത് അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എഡ്യൂക്കേഷൻ്റെ ഒരു പ്രോപ്പർ വരവ് മൂലം ആളുകൾ എന്താണ് ഹയർ സ്റ്റഡീസ് കൂടുതൽ പഠനവും പെൺകുട്ടികൾക്കൊക്കെ ഇപ്പോൾ വലിയ വിദ്യാഭ്യാസമാണ്. അതുപോലെ പെൺകുട്ടികളൊക്കെ ഇപ്പോൾ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയതിനു ശേഷമേ കല്യാണം കഴിക്കുന്നില്ല. അതായത് ഇതിലൊന്നെന്ന് വെച്ചാൽ പെൺകുട്ടികൾ നന്നായിട്ട് പഠിക്കും. നമ്മളൊക്കെ പഠിപ്പിക്കുമ്പോൾ ആൺകുട്ടികൾക്ക് പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിലും ഇവൻ പഠിച്ചു കഴിഞ്ഞാല് ഞാൻ CBSE ആയി. പെൺകുട്ടിക്ക് ഈ പ്രശ്നമില്ല, അവള് ഡബിൾ PG എടുക്കും, അവൾക്കൊരു സിംഗിൾ PG ഉള്ള പയ്യനെങ്കിലും വേണ്ടേ? മനസ്സിലായല്ലോ. ഈ ഒരു വിദ്യാഭ്യാസത്തിന്റെ ഒരു അന്തരം ഭയങ്കരമാണ്. അതായത് പെണ്ണുങ്ങളൊക്കെ ഒരേ സമയത്ത് നല്ല എഡ്യൂക്കേഷൻ ഉള്ള ആളുകൾ, ആണുങ്ങൾക്ക് വലിയ വിദ്യാഭ്യാസം ഇല്ല. അപ്പൊ ഇവള് ഡബിൾ PG ഉണ്ടാകുമ്പോൾ ഇവൾക്കൊരു സിംഗിൾ PG കാരനെ വേണം, അതില്ല. ഇനി ആഷിക്ക് പറഞ്ഞ കാര്യം എടുക്കണം, ഫിനാൻഷ്യൽ ഫ്രീഡം. അതായത് ഒരു പൈസ, ഒരു വേതന ഇല്ലാതെ അല്ലെങ്കിൽ ഒരു ശമ്പളം കിട്ടുന്ന ഒരു ജോലി ഇല്ലാതെ പെൺകുട്ടികൾ ഇപ്പോൾ കല്യാണത്തിന് തയ്യാറാവുന്നില്ല. പക്ഷേ ഇവിടെ വേറൊരു പ്രശ്നം എന്താണെന്ന് അറിയാം, ഒരു പെൺകുട്ടി ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു എഡ്യൂക്കേഷനും കഴിഞ്ഞ് നല്ല ഒരു ജോബിലേക്ക് എത്തുമ്പോൾ അവരുടെ ഒരു ഏജ് എന്ന് പറയുന്നത് അറ്റ്ലീസ്റ്റ് നമുക്കൊരു 26 ഒരു കുറവാണ്. ഇല്ല 20 അതിലും കൂടും എന്തായാലും. ഒരു 28 വരെ നമുക്ക് കൂട്ടാം. ഇപ്പം എനിക്ക് 28 വയസ്സാവാനായി, ഞാനിപ്പോഴും പ്രോപ്പറായിട്ട് ഫിനാൻഷ്യലി സെറ്റ് ആയിട്ടില്ല. അപ്പോൾ ഒരു പെൺകുട്ടീൻ്റെ കേസ് നോക്കുമ്പോൾ ഒരു 9 to 5 ജോബ് മാത്രമല്ല ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവുന്നത്. അപ്പോൾ അവരൊരു പ്രോപ്പർ ജോബിലേക്ക് എത്തുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു ടാസ്ക് ഉണ്ട്. ഈ ഒരു സമയത്ത് എത്തുമ്പോൾ അവരെ കെട്ടാൻ പോകുന്ന പയ്യന് ഇപ്പോൾ ബേസിക്കലി പ്രായം കൂടുതലുള്ള ഒരാൾ, കാരണം ഒരു ആൺകുട്ടി ഇപ്പോൾ 20 വയസ്സുള്ള ഒരു ആൺകുട്ടി ഈ 16 വയസ്സുള്ള പെൺകുട്ടിക്ക് 4 വർഷം മുൻകൂട്ടിയിട്ടാണ് എന്ത് വരുന്നത്, അവരുടെ ഒരു ബ്രെയിൻ്റെ കാര്യങ്ങൾ ഒരു ആൺകുട്ടീൻ്റെ ലെവൽ വരുന്നത്. അതായത് 16 വയസ്സുള്ള പെൺകുട്ടിക്ക് 20 വയസ്സുള്ള ഒരു ആൺകുട്ടീൻ്റെ ചിന്താഗതിയാണ് ഉണ്ടാവുക. അതുകൊണ്ടാണ് മെച്ചോർഡ് ആയിരിക്കും. അപ്പം എങ്ങനെ നോക്കിയാലും ഒരു 28 വയസ്സിൽ വരുന്ന ഒരു പെൺകുട്ടിക്ക് അറ്റ്ലീസ്റ്റ് ഒരു 32 വയസ്സുള്ള ഒരു ആൺകുട്ടി വേണം. പക്ഷെ ഈ 32 വയസ്സ് വരെ ഈ ആൺകുട്ടി അപ്പം എന്താണ്, അതായത് അവൻ കല്യാണം കഴിക്കാതിരിക്കണം. ഇവനങ്ങ് 26 വയസ്സിലായി ഇവനങ്ങ് കല്യാണം കഴിക്കണം. 26 വയസ്സുള്ള ഇവന് 22 വയസ്സുള്ള ഒരു പെണ്ണ് വേണം. പക്ഷെ പെണ്ണ് 28 വയസ്സിലെ കെട്ടാൻ തയ്യാറാവും. അപ്പൊ ഇതാണ് 32 ആയി. അപ്പൊ ഇവന്റേതായിട്ടുള്ള
ഫീലിങ്സ് ആണെങ്കിലും അവന്റെ ചിന്താഗതിക്കൊക്കെ മാറ്റം വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇപ്പൊ മലപ്പുറം സൈഡ് നോക്കുകയാണെങ്കിൽ അതിലേറെ ബുദ്ധിമുട്ടാണ്. ഈ 22 വയസ്സാകുമ്പോഴേക്ക് നിക്കാഹ് കഴിയുന്ന ഒരുപാട് ആളുകളുണ്ടാവും. നമ്മളുടെ ഈ ഒരു 98, 97, 98, 99, 2000, 2001 ഈ ഒരു 5 വർഷത്തെ ഇടയിലുള്ള ആളുകൾക്ക് സത്യം പറഞ്ഞാൽ ഇപ്പോഴും പ്രോപ്പറായിട്ട് പെണ്ണ് കിട്ടുന്നില്ല. കാരണം അതിന് മുമ്പുള്ളവർക്ക് 2001 ഞാനും പെടും. 98 മുമ്പായി 98 ശേഷം തന്നെയാണ് ഈ പ്രശ്നം വന്നത്. അതിനുശേഷമാണ് പെൺകുട്ടികൾ പഠിക്കുന്നത്. ശേഷം കഴിയുമ്പോഴത്തേന് ഒരു ജെൻസി പുതിയൊരു ജനറേഷൻ ഉടലെടുത്തോ. അപ്പൊ അവർക്ക് എന്താ വെച്ചാൽ സെയിം ഏജ് ആണ് കൂടുതൽ കംഫർട്ട്. അപ്പൊ അവർ ആ ഒരു വൈബില് പോയി. അതിന്റെ ഇടയിലുള്ളവർ നമ്മൾ പറഞ്ഞു 25, 26, 27 വയസ്സുള്ളവർക്കൊന്നും പെണ്ണ് കിട്ടുന്നില്ല. പക്ഷെ 19, 20, 21 ഏജിൽ തന്നെ ഇപ്പൊ നിക്കാഹും കല്യാണം കഴിയുന്ന ഒരു പെങ്ങളുടെ മോന്റെ നിക്കാഹാണ്. അവൻ എത്ര വയസ്സായി? അവൻ 25. ലവ് മാരേജ് ആണ്. അത് നമ്മളെ അടുത്ത ടോപ്പിക്കാണ്. അവിടെ നമുക്ക് എതിർത്തിടാണ്ട് മനസ്സിലായില്ല. അത് നമ്മളെ ഈ വിഷയം ഇത് ഈ ഫിനാൻഷ്യൽ ഫ്രീഡത്തിന്റെ ഈ സബ്ജക്ട് നമ്മൾ ഡൈവേർട്ട് ചെയ്യാൻ പാടില്ല. അതെ അതെ അതെ. അപ്പോ ഈ ഒരു കുട്ടി പറഞ്ഞൊരു കാര്യം, ഒരു പെൺകുട്ടി പറഞ്ഞു, ഈ പെൺകുട്ടികളെ ഭാഗത്ത് ന്യായം ഉണ്ടെന്ന് തോന്നല. അപ്പോഴാണ് ഇവള് പറഞ്ഞത് എന്താ വെച്ചാല് ഇവളുടെ കല്യാണം 18-ാം വയസ്സിൽ കഴിഞ്ഞു. അവൾ നന്നായിട്ട് പഠിക്കുന്നൊരു കുട്ടിയായിരുന്നു. ഇപ്പൊ ഇവള് പറയാം, ഇപ്പൊ അവൾക്ക് ഒരു 23 വയസ്സായി, 2 കുട്ടികളൊക്കെ ആയി. അപ്പോൾ അവൾ പറയുന്നത് ഹസ്ബൻഡ് ഒരു മുരടനാണ്. അതായത് ഇവന് മീൻ ഇങ്ങനെ ഇവൻ ഫുഡിന് ഇരിക്കുന്ന സമയത്ത് മീൻ ചട്ടിയിലേക്ക് ഇടാൻ പറ്റുള്ളൂ. എന്നിട്ട് ആ ചൂടോടെ ഇവന് കൊണ്ടു കൊടുക്കണം. ഇല്ലെങ്കിൽ അവൻ കഴിക്കത്തില്ല. അവന് ചൂടുള്ള മീനാണ് ഇഷ്ടം. അതുപോലെ അവന് ചിക്കൻ പറ്റില്ല, അവന് ബീഫേ പറ്റുള്ളൂ. അപ്പോൾ അവന് ബീഫ് വേണം, അവന് ചൂടുള്ള മീൻ, അവന് ചൂടുവെള്ളം. ഇവൾക്ക് എന്താണ് വേണ്ടതെന്നുള്ളത് നോ വൺ കെയർ. മറ്റേ രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞ ഒരു ഹൂ കെയർസ്. അതിന്റെ കാരണം എന്താ? അവൾക്ക് അവിടെ ഒരു ഓപ്ഷൻ ഇല്ല. അതിന്റെ കാരണം എന്താ? അവൾക്ക് ഓപ്ഷൻ ഇല്ലാത്തതിന്റെ കാരണം എന്താ? ഫിനാൻഷ്യലി അവൾ ആ വീട്ടിലേക്ക് ഒന്നും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ല. അവൾക്ക് ലിപ്സ്റ്റിക് വാങ്ങിക്കണമെങ്കിൽ ഇവൻ പൈസ കൊടുക്കണം. അപ്പൊ ലിപ്സ്റ്റിക്കിന് പൈസ വെച്ചാൽ ഇവൻ കൊടുക്കുവോ? ഇല്ല. അപ്പൊ പെൺകുട്ടികളുടെ ഭാഗത്ത് ഇക്കാര്യത്തിൽ ശരിയുണ്ട്. അല്ല, ഇക്കാര്യത്തിൽ മാത്രം അവളുടെ ബേസിക് നീഡ്സ്, അവൾക്ക് ചിലപ്പോ ലിപ്സ്റ്റിക് വാങ്ങേണ്ടി വരും. ഇവൻ ലിപ്സ്റ്റിക്കിനെതിരായിരിക്കും. അവൾക്ക് ലിപ്സ്റ്റിക് ഇടണമെങ്കിൽ അവള് ലിപ്സ്റ്റിക് ഇടണം. അപ്പൊ അത് അവൾക്ക് വാങ്ങിക്കണമെങ്കിൽ ഇവനോട് ചോദിക്കാതെ വാങ്ങിക്കാനുള്ള പൈസ അവൾക്ക് വേണ്ടേ? ആ ഒരു കേസിലാണ് നമ്മുടെ എഡ്യൂക്കേഷന്റെ കേസും കൂടെ വരുന്നത്. പ്രോപ്പർ എഡ്യൂക്കേഷൻ ഉള്ളവരാണെങ്കിൽ ഒരാളുടെ മേത്ത് ആധിപത്യം സ്ഥാപിക്കാതെ അവര് രണ്ടുപേരും പാടെ പ്രോപ്പറായിട്ട് കൊളാബ് ചെയ്ത് പോകുന്ന ഒരു മെത്തേഡാണല്ലോ റിലേഷൻഷിപ്പ്. ഏതൊരു ഇതിന്റെ അടിസ്ഥാന റിലേഷൻഷിപ്പ് ആണല്ലോ. അപ്പോ അവിടെ ആ എഡ്യൂക്കേഷന്റെ കുറവ് കൊണ്ടാണ് സപ്പോസ് ആ ചങ്ങായി അങ്ങനെ ബിഹേവ് ചെയ്യുന്നത്. അവിടെ പ്രോപ്പർ എഡ്യൂക്കേഷൻ ഉണ്ടെങ്കിൽ ആ ഒരു ഫിനാൻഷ്യൽ പ്രോബ്ലം അവിടെ ഉണ്ടാവൂല. കാരണം ഇത് കണക്റ്റഡ് ആണല്ലോ. അത് ക്ലിയർ ആണെന്ന് വിശ്വസിക്കും. രണ്ടാമതൊരു കാരണം, രണ്ടാമത്തെ റീസൺ, ഈ ഒരു റീസൺ വളരെ കറക്റ്റാ. നമുക്ക് അതിന് മൂവ് ഓൺ ചെയ്യാം. രണ്ടാമത്തെ റീസൺ ഈ പറയുമ്പോൾ എല്ലാവർക്കും ഒരു ഇതായിട്ട് തോന്നും, തമാശയായിട്ട് തോന്നും. വിവാഹത്തിന്റെ ഒരു പാർട്ട് തന്നെയാണ് സെക്സ് എന്ന് പറഞ്ഞാൽ. സെക്സ് ജയിച്ചാൽ ലൈഫ് ജയിച്ചു എന്നുള്ളതൊരു കോട്ട് തന്നെയാണ്. അപ്പോൾ സെക്സ് മനുഷ്യന്റെ ഒരു ബേസിക് നീഡാണ്. അപ്പോൾ സെക്സിന് വേണ്ടി പണ്ട് കല്യാണം കഴിച്ചാലേ സെക്സ് ഉള്ളൂ, മനസ്സിലായോ? ഇപ്പോൾ കല്യാണത്തിന് മുമ്പുള്ള ഈ റിലേഷൻഷിപ്പ് ഉണ്ട് എന്ന് മാത്രമല്ല, ഞാൻ മുമ്പ് സൂചിപ്പിച്ച ഈ സർവേ പ്രകാരം ഏകദേശം 59% കുട്ടികൾ ഈ ലിവിങ് റിലേഷൻഷിപ്പ് ഇഷ്ടപ്പെടുകയാണ്. ഈ പ്യൂർ റിസർച്ച് സർവേയുടെ പ്രകാരം 59% പെൺകുട്ടികൾ ലിവിങ് റിലേഷൻഷിപ്പ് ഇഷ്ടപ്പെടുന്നു. ഇപ്പൊ നമ്മളിങ്ങനെ നോക്കുകയാണെങ്കിൽ, തമാശക്കൊക്കെ പറയുകയാണെങ്കിലും ഇപ്പൊ ഒരുപാട് തസ്തികകളുണ്ട്. ബെസ്റ്റി, അതുപോലെ ഓരോരോ സിറ്റുവേഷൻഷിപ്പ്, ഗേൾ ഫ്രണ്ട്, ബെസ്റ്റ് ഫ്രണ്ട്, ബോയ് ഫ്രണ്ട്, കുറെ തസ്തിക ഉണ്ട്. അതിലിങ്ങനെ സീരിയസ് ആയിട്ട് ഒബ്സർവ് ചെയ്യുമ്പോൾ ഈ സിറ്റുവേഷൻഷിപ്പ് നമുക്കൊന്ന് ചർച്ച ചെയ്യാം. സിറ്റുവേഷൻഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ആ മറിമായം സീരീസിൽ പറഞ്ഞ പോലെ ബെസ്റ്റിയേക്കാൾ മുകളിലാണ് താഴെ വരുന്ന ഒരു പൊസിഷൻ. പക്ഷെ നമ്മളതൊന്ന് ആലോചിക്കുക, ഈ സിറ്റുവേഷൻഷിപ്പിൽ ഇരിക്കുന്ന ഒരു 15 പെണ്ണും ഇവൾക്ക് ഒരു ഹസ്ബൻഡിന്റെ കെയർ വേണ്ട സമയത്ത് ഇവൻ ഹസ്ബൻഡാണ്, ഫ്രണ്ടിന്റെ കെയർ വേണ്ടടുത്ത് ഇവൻ ഫ്രണ്ടാണ്. എന്നാ മേത്താവൂല. ഇവിടെ നമ്മള് ഇപ്പൊ പണ്ടൊരു പറച്ചിലാണ്, അത് പറയാൻ പാടുണ്ടോന്ന് അറിയില്ല, ഒരു ചായ കുടിക്കാൻ ചായക്കട ഇടണോ എന്ന് പറയുന്ന ഒരു ടോക്ക് ഉണ്ടല്ലോ. അത് ഭയങ്കര ഇതാണ്. പക്ഷെ ആ ഒരു സംഭവമാണ് ഇവിടെ വരുന്നത്. ഇപ്പൊ ഇവിടെ എനിക്കിപ്പോ എൻ്റെ ഒരു പെങ്ങടെ സ്നേഹം കിട്ടണം, അപ്പൊ അതിനൊരാള്, അതല്ലെങ്കിൽ എനിക്കൊരു വൈഫിനെ പോലെ
കാണണം. അപ്പം എനിക്ക് എന്താണോ വേണ്ടത് ആ മോഡിലേക്ക് ചേഞ്ച് ചെയ്ത് കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ആളുകൾ ഉണ്ടാകുമ്പോൾ കൂടുതൽ ആളുകളും അതായിരിക്കും പ്രിഫർ ചെയ്യുക. അതുകൊണ്ടാണ് ഇപ്പോൾ കൂടുതൽ ആളുകൾക്കും ഇത്തരത്തിൽ പെർമനന്റ് ആയിട്ട് ഒരാളുടെ കീഴിൽ നിൽക്കണം എന്നുള്ളൊരു ബുദ്ധിമുട്ടില്ല. അതായത് എനിക്ക് ഏത് മോഡലിലാണ് എന്നെ സപ്പോർട്ട് ചെയ്യേണ്ടത് ആ ഒരു ടൈപ്പിലേക്ക് എന്താണ് ആളുകൾ മാറിയിട്ട് നമുക്ക് സപ്പോർട്ടും കെയറിങ്ങും തരുന്നുണ്ട്. അങ്ങനെ ആവുമ്പോൾ എനിക്ക് ഫിക്സഡ് ആയിട്ട് ഒരാളുടെ കീഴിൽ മാത്രം എല്ലാം കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അതായത് ഇപ്പോൾ ഒരു ഗേൾ ഫ്രണ്ട് ബോയ് ഫ്രണ്ട് റിലേഷൻ ആണെങ്കിൽ നമുക്കിപ്പോൾ മടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ഇത് ബ്രേക്കപ്പ് ആയാലും പിന്നെ തേച്ചു എന്നൊക്കെ ആയി. സിറ്റുവേഷൻഷിപ്പ് ആകുമ്പോൾ ആ പ്രശ്നമില്ല. കാരണം നമ്മള് സെക്സ് ഈസ് നോട്ട് എ പ്രോമിസ് പറയുന്ന പോലെയാണ്. അതെ, അവർക്ക് വേണ്ടാന്ന് തോന്നുന്ന സമയത്ത് അവർക്ക് ഫ്രണ്ടായിട്ട് വീണ്ടും ജീവിക്കാം. അവർ പിന്നെ ശത്രുക്കളൊന്നും ആവുന്നില്ല. അപ്പൊ അതൊരു നല്ല ടേം ആണ്. അപ്പൊ ഇങ്ങനത്തെ ഈ സിറ്റുവേഷൻഷിപ്പും ബെസ്റ്റിയൊക്കെ വന്നതുകൊണ്ട് സെക്സിന് വേണ്ടിയിട്ട് കല്യാണം കഴിക്കേണ്ട ആവശ്യമില്ല. ലിവിങ് റിലേഷൻഷിപ്പ് നമ്മുടെ കുട്ടികൾ ഇഷ്ടപ്പെടുകയാണ്. ഇപ്പോൾ ഇത് പറയുമ്പോൾ ഞാൻ ഇതും കൂടെ പറയണം. ഇപ്പോൾ എറണാകുളത്തൊക്കെ എറണാകുളം എന്ന് പറയാൻ കാരണം അത് ഒരു മോശമാക്കല്ല, ഏറ്റവും വലിയ ട്രെൻഡുകൾ വരുന്ന ഒരു നാടാണ് നമ്മളുടെ കൊച്ചി അല്ലേ. അപ്പോൾ ഈ കൊച്ചിയിൽ തന്നെ അത് അവിടെ നമ്മൾ ഈ നിൽക്കാൻ വേണ്ടിയിട്ടൊക്കെ റൂമുകളൊക്കെ തപ്പും. കാരണം ബാച്ചിലേഴ്സിന് റൂംസ് അല്ല, അതായത് നമ്മളവിടെ ജോലി ചെയ്യുമ്പോൾ തന്നെ അപ്പാർട്ട്മെന്റ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ നോക്കേണ്ടി വരും. അപ്പോൾ നമുക്കവിടെ പ്രോപ്പറായിട്ട് വീട്, ഇപ്പോൾ ബാച്ചിലേഴ്സിന് വീട് കൊടുക്കൂല എന്ന് പറയുന്ന ആളുകളുണ്ടാവും, ഫാമിലീസിന് മാത്രമേ വീട് കൊടുക്കുള്ളൂ എന്ന് പറയുന്നവരുണ്ടാവും. അതല്ലാതെ പുതിയൊരു സിസ്റ്റം ഉണ്ട്. അത് എൻ്റെ ഒരു ഫ്രണ്ട്. അപ്പോൾ അവിടെ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കപ്പിൾസിന് മാത്രമേ നിൽക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ആഷിക്കാണ് അവിടെ പോകുന്നത്, സപ്പോസ് ആഷിക്ക് പോവാണ്. അപ്പോൾ ആഷിക്കിന് അവിടെ റൂം വേണം. അപ്പോൾ ഒരു ഫ്ലാറ്റാണ്, ഫ്ലാറ്റിൽ 3 റൂം ഉണ്ടാവും, 3 റൂമിൽ 3 കപ്പിൾസ്. അപ്പോൾ അവിടെ ആഷിക്ക് ചെല്ലുമ്പോൾ ആഷിക്കിന് കൂടെ ആരുമില്ല. എന്നാൽ 2 ബോയ്സ് ആയിട്ട് അവിടെ പോകാൻ പറ്റൂല, 2 ഗേൾസ് ആയിട്ടും ആ റൂമിൽ കയറ്റൂല, ഒരു ബോയ് ഒരു ഗേളും ആയിട്ടേ കയറ്റുള്ളൂ. ഇനി ആഷിക്കിന് ഗേൾ ഇല്ലെങ്കിൽ ഗേൾ അവിടെ ഉണ്ടാവും. ഗേൾ അവിടെ ഉണ്ടാവും മീൻസ് ഒരു ബോയിനെ തെരഞ്ഞെടുക്കുന്ന ഗേൾ അങ്ങനെങ്കിലും കിട്ടിയല്ലോ. അപ്പൊ അവിടെ നമുക്ക് സ്റ്റോറിയിലെങ്കിലും ഞാൻ ഹെഡ് വെച്ചിട്ടാണ് അവിടെ ചാർജ് ചെയ്യാൻ. മീൻസ് അവിടുത്തെ റെന്റ് അങ്ങനെയാണ്. അപ്പൊ അവരെന്ത് ചെയ്യുന്നു, അവരൊരു റൂം ഷെയർ ചെയ്യുന്നു. ഇൻസ്റ്റയിലേക്ക് ഈ അടുത്ത് ട്രെൻഡ് ആയിട്ടുണ്ടല്ലോ റൂം ഷെയർ ചെയ്യുന്നത്, വീട് ഷെയർ ചെയ്യുന്നതൊക്കെ ആയിട്ട് ഒരുപാട് സ്റ്റോറീസ്. അപ്പൊ അതുപോലത്തതൊക്കെ അവൈലബിൾ ആവുമ്പോ പണ്ടേ പറയും കൊച്ചി കണ്ടവൻ അച്ചു വേണ്ട. ഇങ്ങനെ പോയി പെടുന്ന ഒരാൾക്ക് പിന്നെ എന്തിനാണ് ഒരു വൈഫ് വേണം, അങ്ങനെ ആരാ നോക്കുക, സ്വാഭാവികം ചിന്തിക്കൂല. കൂടെ പറയാ നമ്മുടെ കുറച്ച് പയ്യന്മാരുണ്ട്, ഇവർ ഈ പറയുന്ന പോലെ ഇവർക്ക് സിറ്റുവേഷൻഷിപ്പും ഇല്ല, ഗേൾ ഫ്രണ്ടും ഇല്ല, ഒരു കാറ്റഗറിയിലും പെടാത്ത കുറെ ആൾക്കാർ. ഇവന് പെണ്ണില്ല. ഇതിലെ ഏതെങ്കിലും ഒരു കാറ്റഗറിയിൽ ഉൾപ്പെടാത്ത ഒരു പയ്യന് പെണ്ണില്ല. ഇവനാണ് പെണ്ണ് അന്വേഷിച്ച് നടക്കുന്നത്. ഇതിൽ ഏതെങ്കിലും ഒരു കാറ്റഗറിയിൽ ഉൾപ്പെട്ടവനാണെങ്കിൽ അവനൊരു പെണ്ണിനെ എങ്ങനെയെങ്കിലും സെറ്റാക്കി. നിങ്ങൾ നേരത്തെ പറഞ്ഞ നിങ്ങളുടെ പെങ്ങളെ മോന്റെ കല്യാണം എന്ന് പറഞ്ഞില്ലേ, അവന് 22 വയസ്സാണ്. അത് അവൻ ബെസ്റ്റി ആയിരിക്കും കെട്ടുന്നത്. അവൻ ലവ് മാരേജ് ആയിരിക്കും. അത്രേ ഉള്ളൂ. 22-ാം വയസ്സിൽ കെട്ടുന്നുവെങ്കിൽ അവൻ അവന്റെ ബെസ്റ്റിയെയോ ഈ പറയുന്ന സിറ്റുവേഷൻഷിപ്പിനെയൊക്കെയാണ് കെട്ടുന്നത്. ഇതൊന്നും ഇല്ലാതെ കോളേജ് സമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ CBSE ആയിട്ടൊക്കെ നടന്നു കഴിഞ്ഞാൽ ഇവന് പെണ്ണില്ല. അറേഞ്ച്മെന്റ് മാരേജിലൂടെ ഒരു പെണ്ണ് അന്വേഷണം നടക്കുകയാണെങ്കിൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അത് നമ്മുടെ കുട്ടികൾ ഈ പോഡ്കാസ്റ്റ് കേൾക്കുന്നതോട് കൂടെ സമയമെടുക്കും. ഇപ്പോൾ ഞാൻ വേറൊരു കാര്യം പറയും. ഇപ്പോൾ ഈ അറേഞ്ച് മാരേജ് എന്നൊക്കെ പറയുമ്പോൾ അറേഞ്ച് ആവട്ടെ ലവ് മാരേജ് ആവട്ടെ വാട്ട് എവർ ഇറ്റ് ഈസ്, നമ്മളുടെ വീട്ടുകാരുടെയൊക്കെ ഒരു ഇൻവോൾവ്മെൻറ്റ് പോലെ വരുന്നതാണ് അറേഞ്ച് മാരേജ്. അപ്പോൾ ഇവിടെ ഇപ്പോഴും ഒരുപാട് ചെറുപ്പക്കാർ ബുദ്ധിമുട്ടുന്നൊരു കാര്യമുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഒരു അറേഞ്ച് മാരേജ് നടന്നു, അവിടെ ഒരു പുതിയ ദാമ്പത്യമാണ് അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അവിടെ പല പ്രശ്നങ്ങളും ഉണ്ടാവാം, കയറ്റങ്ങളുണ്ടാവാം, ഇറക്കങ്ങളൊക്കെ ഉണ്ടാവാം. ഇപ്പോൾ എന്തെങ്കിലും ഇപ്പോൾ നമ്മളുടെ ഭാഗത്തുനിന്ന് ഒരു പ്രശ്നം വന്നു, അല്ലെങ്കിൽ എൻ്റെ പാർട്ട്ണറുടെ ഭാഗത്തുനിന്ന് ഒരു മിസ്റ്റേക്ക് വന്നു, അല്ലെങ്കിൽ എൻ്റെ ഭാഗത്തുനിന്ന് അവിടെ മ്യൂച്വലി ഇപ്പോൾ ഞങ്ങൾ അണ്ടർസ്റ്റാൻഡ് ചെയ്ത് ഞങ്ങളൊരു തീരുമാനം എടുക്കുകയാണ്, നമുക്കിനി മുന്നോട്ട് പോകാൻ പറ്റില്ല, നമ്മളെന്താണ് പിരിയാൻ പോവുകയാണ് എന്നൊക്കെ പറയുമ്പോഴും അവിടെ ആരാണ് ഫസ്റ്റ് ആ ഒരു ഡിസിഷൻ എടുക്കുന്നത്? കാരണം അവരായിരിക്കും ബോൾഡായിട്ടുള്ള ആളുകൾ, അവർക്കായിരിക്കാം ചിലപ്പോൾ ഇത് മുന്നോട്ട് പോകില്ല എന്ന് തോന്നുന്ന ആളുകൾ. ചിലപ്പോൾ വേറെ ഇപ്പോൾ ഓപ്പോസിറ്റുള്ള ആളെ ഭാഗത്ത് തെറ്റുണ്ടാവാം. അപ്പം ഞാൻ പറയുകയാണ് എനിക്കത് പോസിബിൾ ആവില്ല, നിങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ ആ പറയപ്പെടുന്ന വ്യക്തി എന്ത് ചെയ്യണം?
നഷ്ടപരിഹാരം കൊടുക്കണം, കോമ്പൻസേഷൻ കൊടുക്കണം. compensation. അതാണ് നമ്മളുടെ നിയമം. നിയമം. ആരാണിപ്പോൾ ഈ ഇത്തരത്തിലുള്ള നിയമങ്ങൾ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ ആര് പ്രോപ്പറായിട്ട് മാരേജ് ചെയ്യുക? ആരും മാരേജ് ചെയ്യൂല. കാരണം അത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പോൾ ഇപ്പോൾ ആഷിഖിന്റെ ഭാഗത്തൊരു മിസ്റ്റേക്ക് കണ്ടു, അവന്റെ വൈഫ് പറയണ എനിക്ക് ആഷിഖുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റൂല. അപ്പൊ അവൾ എന്ത് ചെയ്യണം? ആഷിഖിന് പൈസ കൊടുക്കണം. ഇതൊരു ബിസിനസ് ആക്കുന്ന എത്ര ആളുകളുണ്ട്. ഫ്രണ്ടിന്റെ അപ്പൊ പറയുന്ന ആള് ഒത്തുപോകാൻ പറ്റില്ലെന്ന രൂപത്തിൽ നമ്മൾ ആക്കി തീർക്കുകയാണ്. അപ്പൊ അപ്പുറത്തുള്ള ആള് പറയുമ്പോൾ അവര് തിരിച്ചിങ്ങോട്ട് കോമ്പൻസേഷൻ കൊടുക്കണം. എത്രയാണ് അവർ പറയുന്നത് അത് കൊടുക്കണം. അതല്ലെങ്കിൽ നാട്ടിലും വീട്ടിലൊക്കെ ഒരു വിലയില്ലാത്ത ആളായിട്ട് അത്രയും കാലം അവൻ ഉണ്ടാക്കിയതെല്ലാം സീരിയസ്ലി പല രൂപത്തില്. പിന്നെന്ന് പറയുമ്പോ എപ്പോഴും ലേഡീസ് ഫസ്റ്റ് ആണല്ലോ. എപ്പോഴും അവരെ കുറ്റം പറയല്ല. നമ്മുടെ നിയമങ്ങളൊക്കെ അവർക്കാണ് അനുകൂലം. അവർക്കാണ് എപ്പോഴും എന്താ മുൻതൂക്കം കൂടുതൽ. അപ്പൊ നമ്മള് ഉറക്കൊന്ന് ഒച്ച വെച്ചാ പോലും കേൾക്കാൻ ആരുമില്ല. നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കണം. ഒരു ബസ് കയറി പോലും ഇറക്കി വിടും. നമ്മള് കൈ ഇങ്ങനെ പിടിച്ചിട്ടപ്പോ ബസ് കയറാൻ പോലും പേടിയാണ്. സത്യം, ബസ് കയറാറില്ല. ഞാനൊക്കെ വണ്ടി എടുത്ത് എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ടാവരില്ലേ. അത് പറയുമ്പോൾ ഈ വിഷയത്തിൽ നിന്ന് നമുക്ക് അടുത്ത ടോപ്പിക്ക് കിടക്കാൻ തോന്നുന്നുണ്ട്. അതായത് ഈ പെൺകുട്ടികൾക്ക് ഈ ചെക്കന്മാർ ഇഷ്ടപ്പെടാത്തതിന് വേറൊരു കാരണം കൂടെ ഉണ്ട്. ഈ പെണ്ണ് കിട്ടാത്തതിന് ഈ ഓവർ എക്സ്പെക്ടേഷൻ ആണ്. ഇപ്പോൾ അറേഞ്ച്മെന്റ് മാരേജൊക്കെയാണ് പോകുന്നതെന്ന് വിചാരിക്കുക. ലവ് മാരേജിന്റെ കാര്യം നമ്മൾ വിട്ടു, അറേഞ്ച്മെന്റ് മാരേജ് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ പെൺകൊച്ചിന് ഒരുപാട് ഓവർ എക്സ്പെക്ടേഷനാണ്. അതായത് എനിക്ക് ഒരുപാട് ടൈം തരുന്ന ഹസ്ബൻഡ് ആയിരിക്കണം, എനിക്ക് പിന്നെ ഒരുപാട് കെയർ തരുന്ന ഹസ്ബൻഡ് ആയിരിക്കണം, പിന്നെ എല്ലാത്തിനും പുറമെ കാണാൻ കൊള്ളാവുന്നവനായിരിക്കണം, പൈസക്കാരനായിരിക്കണം. ഈ ഒരുപാട് ടൈം തരുന്ന ഹസ്ബൻഡ് തന്നെ ഒരേ സമയത്ത് പണക്കാരനാവണം. ഈ ടൈം കൊടുക്കുന്ന സമയത്ത് ഈ പുള്ളി എങ്ങനെ പണിക്ക് പോകും? ലോജിക്കില്ല. മനസ്സിലായില്ലേ? പക്ഷെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, പെണ്ണിനിപ്പോൾ കെയർ വേണം, ടൈം വേണം, അതുപോലെ തന്നെ പൈസ വേണം, കാണാൻ കൊള്ളാവുന്നവനാണ്. ഒരാണിന് അയാളുടെ പങ്കാളിയിൽ നിന്നല്ല, ഞാൻ ഇമോഷണലാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഒരു പുരുഷന് പങ്കാളി എന്നല്ല, അവൻ്റെ ഉപ്പയിൽ നിന്നായാലും ഉമ്മയിൽ നിന്നായാലും സഹോദരൻ നിന്നായാലും ഒരു പുരുഷൻ എന്താണ് വേണ്ടത്? ബേസിക്കലി താങ്കളൊരു പുരുഷൻ എന്നുള്ള നിലയിൽ ഒരാണ് എന്താണ് ആഗ്രഹിക്കുന്നത്? പെണ്ണിന് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ആണിന് എന്താണ് വേണ്ടത്? ഇപ്പം ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ, ഇപ്പോൾ ഒരു പെണ്ണുണ്ടാവട്ടെ, ഇനിയിപ്പോൾ പെണ്ണില്ലെങ്കിലും കുഴപ്പമില്ല, ഒന്നുമില്ല, വാട്ട് എവർ ഇറ്റ് ഈസ്, ഏറ്റവും അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഞാൻ ഫോക്കസ് ചെയ്ത് എനിക്ക് മനസ്സമാധാനമാണ് പുള്ളിക്ക് വേണം. എനിക്ക് മനസ്സമാധാനമാണ്. ഞാൻ ഏതൊരു സിറ്റുവേഷനിൽ പെട്ട് നിൽക്കുന്ന സമയത്തായാലും നമ്മളെ കൂടെ ഒരാൾ നിൽക്കുക, കൂടെ നിൽക്കാനുള്ള ഒരാള്. പക്ഷെ ഒരാണിന് വേണ്ട എന്താ പറയുക നിങ്ങൾക്ക്? റെസ്പെക്റ്റ് ആണ്. ബേസിക്കലി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഒരുത്തൻ പൈസ ഉണ്ടാക്കുന്നത് എന്തിനാ? റെസ്പെക്ട് കിട്ടാനാ. ഒരുത്തൻ ഭാര്യയിൽ നിന്ന് ആഗ്രഹിക്കുന്നതും എന്താണെന്ന്? റെസ്പെക്ട്. അവന് റെസ്പെക്ട്, ബഹുമാനം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവനൊന്നും വേണ്ട. പറഞ്ഞ ഈ റെസ്പെക്റ്റിന്റെ വേറൊരു പേരാണ് പണം. കറക്റ്റ്. പൈസ കൊടുത്താൽ നമുക്ക് റെസ്പെക്ട് കിട്ടും. പക്ഷെ പൈസ കൊടുത്ത് വാട്ട് എവർ എല്ലാത്തിന്റെ ഈ റെസ്പെക്ട് കിട്ടുമ്പോഴും നമുക്ക് എന്താ ഫീൽ ചെയ്യുന്നത്? ഏറ്റവും നമ്മൾ പൂജിച്ചോണ്ടിരിക്കണം എന്നല്ല, നമ്മൾ ചെയ്യുന്നതിനെ നമ്മളെ വാപ്പ എന്നുള്ള രീതിയിൽ അംഗീകരിക്കപ്പെടുക, ഭാര്യ എന്നുള്ള രീതിയിൽ അംഗീകരിക്കപ്പെടുക. അതാണ് റെസ്പെക്ട് എന്ന് പറയുന്നത്. ഇവന് കെയർ ഒന്നും നിങ്ങൾ കൊടുക്കണ്ട, നിങ്ങൾ കെയറും കൊടുക്കണ്ട, ടൈമും കൊടുക്കണ്ട, നിങ്ങൾ ഒന്നും കൊടുക്കണ്ട. ഇവനൊന്ന് മനസ്സിലാക്കി ഇവന് റെസ്പെക്ട് കൊടുത്താൽ മതി, ഇവനൊന്ന് ബഹുമാനിച്ചാൽ മതി, ഇവനത് മതി. ആണ്ടാ. അപ്പൊ നമ്മൾ ടോപ്പിക്കല്ല, നമുക്കതിന് വിടാം. ഓക്കെ. വേറൊരു റീസൺ പറയുന്നത്, ഈ പിന്നെ തളിപ്പറമ്പിൽ ഒരു സർവേ നടത്തി ഈ കഴിഞ്ഞ വർഷം, കണ്ണൂർ തളിപ്പറമ്പിൽ. അവിടെ ഒരു 25 മുതൽ 40 വയസ്സ് വരെയുള്ള പെൺകുട്ടികളിൽ നടത്തിയ സർവേ പ്രകാരം അവർ പറയുന്നത് ഓട്ടോണമിയുടെ നഷ്ടം, ലോസ് ഓഫ് ഓട്ടോണമി, അതാണ് പെൺകുട്ടികൾ കല്യാണത്തിന് തയ്യാറാവാത്തത്. ഈ ഓട്ടോണമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ വീട്ടിലിരിക്കും. പണ്ടൊക്കെ ഈ മലയാള സിനിമയിൽ ഒക്കെ എപ്പോഴുള്ളൊരു ക്ലീശ സീനാണ്, ഒരു ആൾ പെണ്ണ് കാണാൻ വരുന്നത് ആലോചിച്ച് ഒരു പെണ്ണ്, ഒരു പാട്ടൊക്കെ ഉണ്ടാവും, ആ പെണ്ണ് ഈ കാണാൻ വരുന്നവനെ ആലോചിച്ചിരിക്കുന്നു, നഗൊക്കെ കടിക്കുന്നു, ഭർത്താവാകാം. ഇതിന്റെ ഈ ഭർത്താവിന് പറ്റിയില്ലെങ്കിൽ അവളങ്ങ് കരഞ്ഞ് ചിലർ ആത്മഹത്യയൊക്കെ അങ്ങ് ചെയ്യും. ഇപ്പൊ അങ്ങനത്തെ സീനുണ്ടോ? ഇല്ലല്ലോ. അപ്പോ ഇതിന്റെ കാരണം എന്താ അറിയോ? ഇപ്പത്തെ സിനിമയിൽ പെണ്ണ് കാണുന്ന സീനേ ഇല്ല. ഇപ്പൊ നമ്മൾ ഇൻസ്റ്റാഗ്രാം തുറക്കുന്ന സമയത്തുണ്ട് ചായ കുടിക്കുന്നതും ഇത്തരത്തിലുള്ള ക്ലീശ സീനുകളെല്ലാം ഒഴിവാക്കിയിട്ട് വിവാഹാലോചന, അത്രേ ഉള്ളൂ. ഇപ്പൊ അങ്ങനെ ആയി. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന പോയിന്റ് എന്ന് വെച്ചാല് ഇപ്പം അതില്ല. കാരണം പണ്ട് എങ്ങനെയാണെന്ന് അറിയാം നിങ്ങൾക്ക്? പണ്ട് ഒരു അച്ഛനും അമ്മക്കും തന്നെ ഒരു 4-5 കുട്ടികളുണ്ടാവും. അപ്പോൾ അതിലൊരു ഇളയ പെൺകുട്ടി ഉണ്ടെന്ന് വിചാരിക്കുക. ഈ ആദ്യത്തെ മകൻ കല്യാണം കഴിച്ച് അവൻ്റെ കുട്ടിയുടെ കല്യാണപ്രായം ആയാലും ഈ പിന്നെ ഇളയ മകളുടെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടാവും. ഒരു വീട്ടിൽ 4 റൂമുണ്ടെന്ന് വിചാരിക്കുക. ഈ പെൺകുട്ടിക്ക് ഒരു റൂം പോലും ഉണ്ടാവില്ല ആ വീട്ടിൽ. അതുകൊണ്ട് തന്നെ ആ കുട്ടിക്ക് ആ വീട്ടിലൊരു ഫ്രീഡം ഉണ്ടാവില്ല. അപ്പോൾ ഇവൾക്ക് എങ്ങനെയെങ്കിലും ഒന്ന് കെട്ടിപ്പോയാൽ മതി
ഇവളെ സംബന്ധിച്ചിടത്തോളം. അതാണ് ഈ പുര നിറഞ്ഞ് നിൽക്കുക എന്ന് പറയുന്നത്. പുരയിൽ വേറെ സ്ഥലമില്ല. ഇന്നൊരു വാപ്പാക്ക് അല്ലെങ്കിൽ ഒരു അച്ഛനും അമ്മക്ക് 1 2 കുട്ടികളെ ഉള്ളൂ. അയാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ കുട്ടി അയാൾക്കൊരു ഭാരമല്ല. ആ പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവൾ അവളുടെ വീട്ടിൽ ഓക്കെയാണ്, സേഫാണ്, അവൾ അവിടെ ഓക്കെയാണ്, അവളെ എല്ലാ ഫ്രീഡവും കൂടെ അവളുടെ വീട്ടിൽ ജീവിക്കുന്നു. മറ്റൊരു വീട്ടിൽ പോയിട്ട്, ഞാൻ ഈ ഓട്ടോണമി എന്താന്ന് പറയാം, മറ്റൊരു വീട്ടിലേക്ക് കെട്ടിപ്പോയി അവിടെ ഒരു അമ്മായിയമ്മ ഉണ്ടാവും. അവരുടെ കീഴിൽ നിൽക്കാൻ, ആ ഭർത്താവിൻ്റെ കീഴിൽ നിൽക്കാൻ, തൻ്റെ ഓട്ടോണമിയെ നഷ്ടപ്പെടുത്താൻ അവൾ താല്പര്യപ്പെടുന്നില്ല. അവളുടെ വീട്ടിൽ അവൾ ഓക്കെ ആണെങ്കിൽ അവൾ ഇതിനാണ് പുറത്തു പോകുന്നത്. അത് പറയുമ്പോൾ ഇപ്പം എൻ്റെ ഒരു സ്റ്റുഡൻ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സ്റ്റുഡൻറ്റ് അവരും ഇതുപോലെ കല്യാണം കഴിക്കുന്നില്ല എന്നുള്ള ഒരു ചിന്താഗതിയിൽ നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു നോക്കി, അതായത് എന്തുകൊണ്ട് ഇങ്ങനെ കല്യാണം കഴിക്കുന്നില്ല. അപ്പോൾ അവർ ഒരുപാട് പോയിന്റുകൾ പറഞ്ഞതിൽ എന്നെ കുറച്ചുകൂടെ ഒന്ന് ചിന്തിപ്പിച്ച പോയിന്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഇനി കെട്ടിപ്പോകുന്ന വീട്ടിൽ അവരെൻ്റെ വീട്ടുകാർ നോക്കുന്ന പോലെ അവരെന്നെ നോക്കുമോ, അല്ലെങ്കിൽ ആ ഒരു ഫ്രീഡവും സ്വാതന്ത്ര്യം എനിക്ക് അവിടെ, ഇത് പലപ്പോഴും എല്ലാവരും ചിന്തിക്കുന്നത് തന്നെ, അത് കിട്ടുമോ. അപ്പം ഞാൻ എൻ്റെ വീട്ടിൽ കംഫർട്ടാണ്, ഞാൻ ബോൾഡാണ്, എനിക്കൊരു കുഴപ്പമില്ല. പിന്നെ അപ്പം ഞാൻ എന്തിനത്ര പെട്ടെന്ന് കെട്ടിപ്പോകേണ്ട കാര്യം, എനിക്ക് കെട്ടുക എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ അല്ല അവിടെ. അപ്പം പിന്നെ അവരതിനെപ്പറ്റി ചിന്തിക്കുന്നില്ല. സത്യം പറയാൻ ഈ ഒരു സെയിം സാധനം തന്നെയാണ്. അവർക്ക് താഴെ ആരുമില്ല, അവർ തന്നെ ഉള്ളൂ. അവരവരുടെ വീട്ടിലെ പൊന്നോമനകളായിട്ട് തന്നെ ജീവിക്കുകയാണ്. അവര് മാക്സിമം എൻജോയ് ചെയ്യും. അതാണ് ഈ ഓട്ടോണമി എന്ന് പറഞ്ഞാൽ. ഓട്ടോണമി നഷ്ടപ്പെടുത്താൻ ആഗ്രഹിക്കാത്തവരാണ് ഈ തളിപ്പറമ്പിലെ കാര്യമാണ് പറയുന്നത്. നമ്മൾ എവിടത്തെങ്കിലും കാര്യമല്ല പറഞ്ഞത്. ഇപ്പൊ ശംഭു പുറത്തു വരാതെ അവരുടെ വീട്ടിൽ നിൽക്കുക, അവിടെ അവർ ഓക്കെയാണ്, പിന്നെ ഇതിനാണ് വേറെ വീട്ടിൽ പോകുന്നത്, ആവശ്യമില്ലല്ലോ. അതെ. അപ്പൊ ഈ ശംഭു പറഞ്ഞ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവൻ പറയാണേ, അവൻ സ്കോട്ട്ലാൻഡിലാണ്. നമ്മൾ ഈ സായിപ്പന്മാരെ അനുകരിക്കുകയാണല്ലോ. അപ്പോൾ അവിടെയൊക്കെ ഇപ്പൊ ഇന്ത്യൻ കൾച്ചർ എന്ന് പറഞ്ഞിട്ട് അവരുടെ ഭാര്യ ഭർത്താവ് മക്കൾ ജീവിക്കാൻ തുടങ്ങി. നമ്മളിപ്പോ പണ്ട് അവരെങ്ങനെയാണോ യൂറോപ്യൻ കൾച്ചറിൽ നമ്മൾ നമ്മൾ ഫോറിൻ കൾച്ചറിലേക്ക് മാറുമ്പോൾ അവര് നമ്മളുടെ കൾച്ചറിലേക്ക് മാറുകയാണ്. അതാണ് ഒരു. ഇനിയിപ്പോ കെട്ടിപ്പോയവരുടെ അവസ്ഥ എടുക്കുക. ഇപ്പോൾ ഈ കുറച്ച് ദിവസമായിട്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഇലക്ഷനൊക്കെ ആളുകൾ മാറ്റി വെച്ചു. മെയിൻ ചർച്ച ഒരുത്തൻ, അവൻ്റെ ഭാര്യ ആത്മഹത്യ ചെയ്ത്, അവൻ ഒരു 1 2 മാസം കൊണ്ട് വേറൊരുത്തിയെ കിട്ടി. ഇവന്മാർക്കൊന്നും പെണ്ണ് കിട്ടാൻ വലിയ ബുദ്ധിമുട്ടില്ല. നമ്മൾ ഈ ചർച്ച ഇവന്മാർ കേട്ട് കഴിഞ്ഞാൽ ഇവന്മാരെന്താണ് ഈ ചർച്ച ചെയ്യുന്നത് വിചാരിക്കും, പെണ്ണ് കിട്ടാതിരിക്കുക. അപ്പോൾ ഇവൻ വേറൊരുത്തിനെ കെട്ടി. ഈ കെട്ടിയവള് വേറൊരുത്തൻ്റെ കൂടെ ഒളിച്ചോടി പോയി. അവനാവട്ടെ അവന് വേറൊരു, അവന്റെ ഭാര്യ, നീ ഇവന്റെ കൂടെ വന്നു, ഞാൻ അവന്റെ കൂടെ. ചതിക്കാത്ത ചന്തൂലേ സെലികുമാർ നവ്യ നായരോട് ചോദിക്കണുണ്ടല്ലോ, നീ ആരെ കൂടെ വന്നു, ഞാൻ വരട്ടെ, നിന്റെ കൂടെ ഞാൻ വരണം, ഭർത്താവാണെന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞ മാതിരി. അതാണ് കെട്ടിയവരുടെ അവസ്ഥ. ഇപ്പൊ ചുരുക്കി പറഞ്ഞാല് അതാണ് അവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കത് ചുരുക്കാം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ പറയുന്നതാണ് ഇതിന്റെ ഒരു, അല്ലേ, നമ്മൾ പറയുന്ന ഒരു ഓവർവ്യൂ ആണ്. നമ്മളെ വിഷയത്തിലുള്ള ഒരു കാര്യമാണ് നമ്മൾ പറയുന്നത്. സത്യം പറഞ്ഞ ഒരു സാധാരണക്കാരുടെ കണ്ടില് നമ്മളിപ്പോ ചുറ്റുവട്ടത്തിൽ എന്ത് കാണുന്നു, നടക്കുന്നു, നമ്മളെ കൂടുതൽ അതിന് പഠനങ്ങളുണ്ട്, സ്റ്റഡീസ് ഉണ്ട്. സ്റ്റഡീസ് ഒക്കെ ഒരുപാട് അവൈലബിൾ ആണ്. ഞാൻ ഇതിനു വേണ്ടി റിസർച്ച് പറഞ്ഞു വെറുതെ ആളുകളെ ബോറടിപ്പിക്കേണ്ട വിചാരിച്ചിട്ടാണ്. സത്യം, ഇടയ്ക്ക് ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യുന്ന സമയത്ത് തന്നെ ഇപ്പൊ കൂടുതൽ ആളുകളും കല്യാണം വേണ്ടെന്ന് പറയുന്ന ഇത്ര ശതമാനം ആളുകളുണ്ട്. അങ്ങനെ ഓരോന്നും നമ്മൾ ഈ ആധികാരിക നമ്മൾ ഈ തുടങ്ങിയപ്പോൾ പറഞ്ഞ പ്യൂ ഇന്ത്യൻ സർവേ ഉണ്ടല്ലോ, പ്യൂ റിസർച്ച് സർവേ, അതെല്ലാവർക്കും റെഫർ ചെയ്യാം. ഈ കേൾക്കുന്ന എല്ലാവരും അത് റെഫർ ചെയ്താൽ അതിൽ ഒരുപാട് ഡീറ്റെയിൽസ് ഉണ്ട്. അവർ ഭയങ്കര ജെനുവിനായിട്ട് നല്ലൊരു NGO ആണത്. ഒരു പൊളിറ്റിക്കൽ പാർട്ടിയോടും ഇതില്ലാത്ത അഫെയർ ഇല്ലാത്ത ഒരു NGO ആണ്. അതെല്ലാവർക്കും റെഫർ ചെയ്യാവുന്ന ഒരു കാര്യമാണ്. പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുക. ഈ പല പയ്യന്മാരും ഇപ്പം കെട്ടിയവർ പറയും ഈ ഭാര്യയെ കൊണ്ട് കുടുങ്ങി അങ്ങനെ ഇങ്ങനെ, കെട്ടാത്തവരോ എനിക്ക് പെണ്ണ് കെട്ടാൻ താല്പര്യമില്ല എന്ന് പറയും. പക്ഷെ ഏതൊരു പയ്യനായാലും ഇനിയിപ്പോൾ അത് ആരുമായിട്ട് ഈ കേൾക്കുന്നവരും പറയുന്നവരും ആരായാലും പെണ്ണ് കെട്ടാൻ അല്ലെങ്കിൽ ഒരു കൂട്ട് വേണ്ട എന്ന് ആഗ്രഹിക്കുന്ന ഒരു പയ്യനും ഉണ്ടാവുന്ന എനിക്ക് തോന്നുന്നില്ല. ഇല്ല, അത് ഓരോരോ ടൈമിന്റെ ഉള്ളിന്റെ ഉള്ളിൽ പല സിറ്റുവേഷൻസ് വരുന്നതിനനുസരിച്ച് നമ്മളെ മൈൻഡ് മാറിക്കൊണ്ടിരിക്കും. ഇപ്പോ നമുക്ക് ആരും ഇല്ലാന്ന് തോന്നുന്ന സമയത്ത് നമുക്ക് തോന്നും ആരെങ്കിലും ഉണ്ടായിരുന്നു. ചില സമയത്ത് എല്ലാരും ഉണ്ടാകുന്ന സമയത്ത് എനിക്കിപ്പോ അപ്പൊ ആരാവശ്യമില്ല. ഇത് ഞാന് ഇപ്പൊ നമ്മളുടെയൊക്കെ ഓരോരോ ടൈമിൽ ഇപ്പൊ കെട്ടാനൊക്കെ വേണ്ടിങ്ങാണ്ട് നിൽക്കുന്ന ആളുകളോടൊക്കെ പലരും പറയുന്ന ഒരു കഥയാണ്. അതായത് ഈ ചക്ക വഴുത്തോന്ന് നോക്കാൻ പോകുന്ന ഉറുമ്പിന്റെ അവസ്ഥയാണ്. പോയോരാരെയും തിരിച്ച് കാണില്ല, ചെല്ലുന്നവനൊന്നും തിരിച്ചു വരും. കാരണം ഒക്കെ ആ ഒരു ഒരു ലൂപ്പാണ്. ലൂപ്പ് തന്നെ. പക്ഷെ ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നു അവനൊരു പെണ്ണ് വേണം.
അതാണ് ആണിന്റെ ഒരു ചിന്താഗതി. പക്ഷെ പെണ്ണുങ്ങളാണ് ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ ഇത്രയും നേരം ചർച്ച ചെയ്ത കാര്യങ്ങളിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് പയ്യന്മാർക്ക് പെണ്ണ് കെട്ടുന്നില്ല എന്നുള്ള ടോപ്പിക്കിൽ നമ്മൾ ഇതാക്കുന്നത്. അല്ലാതെ ഇനി ഏതെങ്കിലും ഒരാണ് പെണ്ണ് വേണ്ടെന്ന് പറയുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ എന്തെങ്കിലും അതും കൂടി LGBT കൂടെ തലയിൽ കൊണ്ടുപോയി നിങ്ങളിപ്പോ ഈ പറഞ്ഞ പോലെ ഐഫോൺ കിട്ടാൻ വേണ്ടിയിട്ട് കല്യാണം കഴിച്ചെൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, എൻ്റെ കൂടെ പഠിച്ചു വരുത്തിണ്ട്. ഓള് കല്യാണം കഴിഞ്ഞപ്പോ ഐഫോണിന് പകരം വിവോ ആണ് കിട്ടിയത്. ഇന്ന് വരെ അത് ഇന്നും കൂടെ അതും പറഞ്ഞ് ഞാൻ അവളെ കളിയാക്കിയിട്ടുണ്ട്. ഇപ്പത്തെ കുട്ടികൾ അവനെ ഉപേക്ഷിച്ചിട്ടില്ല. ഇല്ല, ഇപ്പെന്താ അറിയോ, ഐഫോൺ കിട്ടാൻ വേണ്ടിയിട്ടാണ് പലരും കല്യാണത്തിന്. മഹർ അവന് നല്ല പൈസയാണ്, പയ്യന്മാരെ കിട്ടും. ഒരു 5-6 പവൻ അവൻ മഹറായിട്ട് കൊടുത്തു. മുസ്ലിം കൾച്ചർ പ്രകാരമാണ് ഞാൻ പറയുന്നത്. 5-6 പവന് പെണ്ണിന് മഹറായി കൊടുത്തു. കുറച്ച് 2 ദിവസം കഴിഞ്ഞപ്പോൾ പെണ്ണ് പയ്യനെ വേണ്ടാന്ന് പറഞ്ഞു. ഈ 6 പവൻ അവൾക്കാ. അവള് വേണ്ടാന്ന് പറഞ്ഞാൽ അവൻ വേണ്ട പറഞ്ഞാൽ മഹർ തിരിച്ചു കൊടുക്കണ്ട ആവശ്യമില്ല. ഒരു ബിസിനസ് ആക്കി എടുക്കാം. ചെറുക്കന്മാർക്ക് ഇനി ഒന്ന് കെട്ടിയ ഒരു നിക്കാഹ് കഴിഞ്ഞതാണെങ്കിലും കുഴപ്പമില്ല, ഒരു പെണ്ണല്ലേ. അത് പലപ്പോഴും അവരുടെ ഒരു ചിന്താഗതി ഉണ്ടല്ലോ. ഇപ്പോൾ എൻ്റെ ഒരു ചങ്ങായിൻ്റെ, അപ്പോൾ എൻ്റെ നിക്കാഹ് വരുന്ന ഏപ്രിലാണ്. അപ്പോൾ ഓൻ പറഞ്ഞു പുതിയ കൾച്ചറാണ് എന്ത് ഈ മുട്ടായി കൊടുക്കലും, അതൊക്കെ പുതിയതായിട്ട് വന്ന കാര്യങ്ങൾ. അതിന് തന്നെ ഒരുപാട് പൈസയും ഐഫോൺ കൊടുക്കുന്നത്, ഇതൊക്കെ ഒരു ശീലങ്ങൾ ഓരോരുത്തർ ഉണ്ടാക്കി വരുന്നതാണ്. അപ്പോൾ ഓൻ പറഞ്ഞ് ഈ സാധനം ഇങ്ങനെ കൊടുക്കുന്ന സമയത്ത് നമ്മളുടെ കണ്ണിൽ ഭയങ്കര സങ്കടം ഉണ്ടാവും. വാങ്ങുന്നവർക്ക് ഭയങ്കര വൈബായിരിക്കും, കൊടുക്കുന്നവന്റെ സങ്കടം ഉണ്ടെന്ന് പറഞ്ഞു. ആരാന്റെ മാക്ക് കാണാൻ നല്ല ചിലമാതിരി കൊടുക്കുന്നവന് അത്ര കഷ്ടപ്പെട്ട് EMI ഇട്ടിട്ടാണ് ഐഫോണൊക്കെ വാങ്ങി കൊടുക്കുന്നുണ്ടാവുക. പക്ഷെ ഞാൻ പറഞ്ഞു അതിലുപരി വേറൊരു വേദനയുണ്ട്. നമ്മളിതൊക്കെ ഒഴിവാക്കുന്ന സമയത്ത് നമ്മൾ നഷ്ടപരിഹാരം എന്ന് പറഞ്ഞാണ്ട് പൈസ കൊടുക്കുന്നുണ്ടാവും. ആ ഒരു സമയത്ത് ഒന്നുമില്ലാതെ വെറുതെയാണ് നമ്മൾ ആ പൈസ കൊടുക്കുന്നത്. അത് ഈ വെള്ളത്തിൽ കലക്കി കളയാന്നൊക്കെ പറയുന്ന പോലെ ആ സമയത്ത് കൊടുക്കുമ്പോഴുള്ള ഒരു വികാരം ഉണ്ടല്ലോ, അത് അങ്ങനെ ഒരു സംഭവം ഉണ്ട്. അതിന്റെ അത്ര വരൂല ഇതൊന്നും. ഇത് കാരണം എത്ര കൊടുത്താലും നമ്മളെ കൂട്ടുകത്തെ ഒഴിവാക്കി പോകാൻ നമ്മളല്ലെങ്കിൽ പോലും നമ്മളാണ് അവിടെ കുത്തി പറയുന്ന പോലെ അതൊരു സ്വന്തം കുത്തി പറയുന്നുണ്ടോന്നൊരു ഡൗട്ട്. ഒരുപാട് ചെറുപ്പക്കാരുണ്ട്, അറിയാൻ പറ്റുമോ അതൊക്കെ. അതായത് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അറേഞ്ച് മാരേജ് ആണ്. പോയി പെണ്ണ് കണ്ടു, നിക്കാഹ് കഴിഞ്ഞു. നിക്കാഹൊക്കെ കഴിഞ്ഞിട്ടാണ് ഇതറിയുന്നത് ഓള് വേറൊരാളുമായിട്ട് റിലേഷൻഷിപ്പിലാണ് എന്ന് ഓനോട് രഹസ്യമായിട്ട് പറയുന്നത്. ഞാൻ അങ്ങനെ ആലോചിച്ചു, എന്തുകൊണ്ട് ഇവൾക്ക് ആദ്യം ഇത് പറഞ്ഞുകൂടാ? ഇത്രയും ഇത് കഴിഞ്ഞിട്ടും ഫിനാൻഷ്യലി എത്ര ഫണ്ട് ഇതിന് ചെലവായി. ഇതിപ്പോ എന്തായെന്ന് അറിയോ, ഓനൊരു 2ാം കെട്ടുകാരനായി, ഓളെ സ്വീകരിക്കാൻ വേറെ ഓന്റെ ഫീലിങ്സ് ഓൻ മാത്രമേ അനുഭവിക്കുള്ളൂ. ഓൻ ഇനി വെറുതെ ആൾക്കൂട്ടത്തില് അവൻ അങ്ങാടിക്ക് ഇറങ്ങുന്ന സമയത്ത് ആളുകൾ അവന് കളിയാക്കും. അതവൻ ഫേസ് അവരെന്താണോ കാണുന്നത്, അവരെന്താണോ പറയുന്നത് അവർക്ക് പോലും അറിയില്ല. ഇതിൽ ഈ പാവ ഒരു തെറ്റും ചെയ്തിട്ടില്ല, പക്ഷെ അവനാണ് ഇതിനെതിരെ മെയിൻ ആയിട്ട് 2ാം കെട്ട് എന്ന് പറയുന്നതിന്റെ റീസൺ അത് നമ്മളുടെ നാടായതുകൊണ്ട്. പുറത്താകുമ്പോ അതൊരു വിഷയമല്ല, പക്ഷെ നമ്മളുടെ നാട്ടില് അതൊക്കെ നോക്കുന്ന ഒരുപാട്. അല്ല, ഇങ്ങനെ ഈ പെണ്ണുങ്ങൾ ഇറങ്ങി പോകുമ്പോ ഇത് ഭയങ്കര, പെണ്ണുങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് ഭയങ്കര സ്റ്റാർ ആയിട്ടൊക്കെയാണ് റീലില് കാണിക്കുക. റീലിൽ ഇതാ ഭയങ്കരമായിട്ട് എല്ലാരും അങ്ങ് ഫെമിനിസ്റ്റുകളാണ് ഇപ്പൊ. അത് എല്ലാരും ഫെമിനിസ്റ്റ്. അല്ല, ഈ പയ്യന്മാരൊക്കെ ഇപ്പൊ പൂക്കികളായിക്കൊണ്ടിരിക്കുകയല്ലേ. അതായത് പെണ്ണിന്റെ ഹീറോയിസം കാണിക്കുക, എല്ലാരും പെണ്ണുങ്ങളെ ഭാഗത്തായിരിക്കും. ഇപ്പൊ റോഡിലൂടെ പോകുമ്പോ ഒരു പെണ്ണ് ഓടിക്കുന്ന വണ്ടി അവള് നമ്മളെ വന്ന് തട്ടി, ഈ ഓടിക്കൂടുന്നവരാരുടെ ഭാഗത്തായിരിക്കും, അവളുടെ ഭാഗത്തായിരിക്കും. അപ്പൊ ഇതുപോലെയാണ് സോഷ്യൽ മീഡിയയിൽ ഒരു പെണ്ണ് ഒരുത്തനെ തേച്ചിട്ട് കല്യാണത്തിന്റെ അന്ന് നോ പറഞ്ഞിട്ട് സ്റ്റാറായിട്ട് ഇറങ്ങി പോകുമ്പോ ഒരു ധീരയായ ഒരു പെണ്ണ് എന്നുള്ള രീതിയിലായിരിക്കും സോഷ്യൽ മീഡിയ. ഈ പയ്യനാണ് നഷ്ടം. ഇവൻ അങ്ങാടിക്ക് ഇറങ്ങാൻ പറ്റൂല, ഇവൻ ആണത്തില്ല എന്നൊക്കെ പറഞ്ഞ ആളുകൾ കളിയാക്കും, ഇവനൊരു പെണ്ണിനെ കിട്ടൂല. കേസുകൾ എപ്പോഴും ഈ പീഡന കേസ് വന്നാലേ, ഇപ്പോ മഞ്ചേരിയിൽ ഒരു കേസ് ഉണ്ട്, അതിപ്പോ നിങ്ങൾ ഈ പറഞ്ഞ കൂട്ടത്തിൽ പറയാം. എനിക്കറിയാവുന്ന ഒരു പയ്യൻ, ഇവൻ കൊറോണ കാലത്ത് ഇവനൊരു പെണ്ണും തമ്മിൽ റിലേഷൻഷിപ്പിലായിരുന്നു. പക്ഷെ ഈ പെണ്ണ് ആ സമയത്ത് വേറൊരാളെ കല്യാണം കഴിച്ചു. കല്യാണം കഴിച്ചതിന് ശേഷവും ഇവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് തുടർന്നു. ആ ബന്ധം അറിഞ്ഞിട്ട് കല്യാണം കഴിച്ച പയ്യെ ഇവളെ ഡൈവോഴ്സ് ചെയ്തു. ഡൈവോഴ്സ് ചെയ്ത് ഇവള് വീട്ടിൽ വന്നപ്പോൾ ഇവളുടെ വാപ്പ കാര്യം അറിയുന്നത്. ഉടനെ വാപ്പ പയ്യനെതിരെ, അതായത് ഈ കാമുകനെതിരെ കേസ് കൊടുത്തു. എന്താ കേസ് അറിയോ? പോക്സോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും പിന്നെ എങ്ങനെ ഇവളുടെ കല്യാണം കഴിഞ്ഞത്? ഇവൻ ആദ്യം ഇവളുമായിട്ട് റിലേഷൻഷിപ്പ് ഉള്ളപ്പോൾ ഇവൾക്ക് 18 വയസ്സായിട്ടില്ല. അവന് അന്നത്തെ കാലത്തെ കേസ് കുത്തിപ്പൊക്കി. അവളുടെ വാപ്പാന്റെ കൂടെ നിന്നു, കേസ് കൊടുത്തു. അവന് 89 വർഷമാണ്
തടവ് ശിക്ഷ വിധിച്ചത് മഞ്ചേരി കോടതി. Still ഇപ്പോഴും ആള് ജയിലിലാണ്. അവന് ജയിലിൽ ഇത് പിന്നെ തുടർന്ന് ഈ കേസിന് ഈ പോക്സോ കേസുകളുടെ ഒക്കെ ബാക്കി എന്താന്ന് വെച്ചാൽ ഈ ലോക്കൽ കോടതികളിൽ നിന്ന് ഇത് മുകളിലോട്ട് പോകുമ്പോൾ അവിടെ വാദിക്കാൻ ഇവർ പോവില്ല. ഇവർക്ക് ഇവനെ പത്രത്തിൽ ഇവന്റെ ഫോട്ടോ വന്നു വാട്ട് എവർ ഇറ്റ് ഈസ്. ഒന്ന് മാനം കെടുത്തിയാ 89 വർഷം സോ ആൻഡ് സോ പിന്നെ തടവിൽ എന്ന് പറഞ്ഞ് തടവ് വിധിച്ചു എന്ന് പറഞ്ഞ് ഇവന്റെ ഫോട്ടോ പത്രത്തിൽ വന്നു. ഈ പയ്യന്റെ ജീവിതം ഇനി ജീവിതം പോയി. പ്രോപ്പറായിട്ട് ഒരു ജോലി കിട്ടൂല. 4 ആൾക്കാരെ ഏറെക്കുറെ നമ്മുടെ രാഷ്ട്രീയം പറയാലേ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസും ഏറെക്കുറെ ഇതൊക്കെ തന്നെയാണ്. ഇവർ പറയുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ പോകേണ്ടി വരും. ഇഷ്ടത്തോടെ നമ്മൾ ഈ ടോപ്പിക് വെറുതെ വലിച്ചു നീട്ടണ്ട, മനസ്സിലായോ? പല ഇതിലും ന്യൂസുകളിലും ആളെ പേര് പറയും, പക്ഷെ അതിജീവിതാണ്, പെണ്ണിന്റെ പേര് പറയും അതിജീവിതാണ് ഇവൾ അതിജീവിത. ഇനി ഇതൊക്കെ പറഞ്ഞാല് നമ്മൾ ഈ മെൻസ് അസോസിയേഷന്റെ ആളുകളാണ് രാഹുൽ ഈശ്വറിന്റെ കൂടെയാണ് എന്നൊക്കെ അല്ല നമ്മള് സംസാരിക്കുമ്പോ ഇത് കാഷ്വൽ ടോക്ക്. സത്യം പറഞ്ഞ ഒന്നുമല്ല, ആണുങ്ങൾക്ക് സപ്പോർട്ടീവായിട്ട് സംസാരിക്കുന്ന ആളുകൾ ഉണ്ടാവാം, പക്ഷെ ആരും ശ്രദ്ധിക്കാറില്ല. നമ്മളെ പോലെ കുറച്ച് ആളുകൾ ഇതുപോലെ സംസാരിച്ചെങ്കിൽ മാത്രമേ ആഷിക്കിന് വേണ്ടിയിട്ട് ആഷിക്ക് സംസാരിക്കുക അല്ലാതെ വേറൊരാളും കൂടെ ഇപ്പൊ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കല് റയർ ആയിരിക്കും. അതെ അതെ അതെ. ആണുങ്ങൾക്ക് ഒരു പുരുഷ കമ്മീഷൻ ഒക്കെ വേണം അല്ലെ? അതിന് ആ പേര് പറഞ്ഞ് നമ്മളെ കളിയാക്കി അരിച്ച് നമുക്ക് പ്രശ്നമൊന്നുമില്ല. കാരണം ഇവിടെ ശരിക്കും പ്രൊട്ടക്ഷൻ വേണ്ട. ഇപ്പൊ അതെ, കേട്ടോളാം, വുമൺസ് വനിതാ കമ്മീഷൻ ഉണ്ട്, ശിശുക്ഷേമ വകുപ്പുണ്ട്, സാമൂഹിക നീതി വകുപ്പുണ്ട്. ഇതൊക്കെ പെണ്ണുങ്ങൾക്ക് അനുകൂലമാണ്, പെണ്ണുങ്ങളുടെ വകുപ്പാണ് ഇത് മൂന്നും. ആണിന് വകുപ്പില്ല കേരളത്തില്, ഒരു മെൻസ് അസോസിയേഷൻ ഇല്ല, ഒന്നുമില്ല. അപ്പോൾ എല്ലാവർക്കും വേണ്ടത് ഈക്വാലിറ്റി. ആക്ച്വലി ആണിനാണ് ഇവിടെ ഈക്വാലിറ്റി ഇപ്പോ വേണ്ടതെന്ന്. മുള്ളിനാണ് പ്രശ്നം. കൂടുതൽ സംസാരിച്ച് നമ്മൾ വിഷയം വഷളാക്കുന്നില്ല. നമ്മൾ ഈ ഒരു രീതിയിൽ ഇതോടെ അങ്ങ് ഷട്ട് ഡൗൺ ചെയ്യുന്നു. തിരിച്ചു വരുന്നതായിരുന്നു. സൈൻ ഔട്ട്.